ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതെനിക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നേ. അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ എന്ത് സാധനം ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ട് അത് പൊട്ടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആവേശമാണ്. കാരണം എനിക്ക് എന്തൊരു ഗിഫ്റ്റ് കിട്ടുന്ന കണക്കാണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ അൺഡ്രൈ ക്രീമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ കണ്ണിന് ചുറ്റും നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. സോ ഞാൻ കുറേ റിസർച്ച് ചെയ്തു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഏത് വാങ്ങണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള പ്രൊഡക്ട്സ് കണ്ണിന് താഴേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനത്തെ പ്രൊഡക്റ്റാണ് വേണ്ടത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കോൺഷ്യസ് കെമിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡുമായിട്ട് സൺസ്ക്രീൻ ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ആ ബ്രാൻഡിൻ്റെ തന്നെ അൺഡ്രൈ ക്രീം അങ്ങ് വാങ്ങാമെന്ന് കരുതി അങ്ങനെ ഞാൻ വാങ്ങി പൊട്ടിച്ചപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഇത് എത്രയ്ക്ക് അങ്ങോട്ട് പീച്ചിട്ടും ഉള്ളിൽ നിന്ന് പുറത്തോട്ട് സാധനം വരുന്നേ ഇല്ല. ഞാൻ എന്നിട്ട് അടപ്പൊക്കെ തുറന്ന് നോക്കി, സാധനം അതിനകത്ത് ഇല്ലേന്ന്. സത്യം പറഞ്ഞാൽ പെട്ടു എന്നാണ് കരുതിയത്. കാരണം ഇതിനകത്താണെന്നുണ്ടെങ്കിൽ റിട്ടേൺ പോളിസി ഇല്ല. ഞാൻ കുറേ തവണ പീച്ച് നോക്കി, അടപ്പ് തുറന്ന് നോക്കി, അതിനകത്ത് വല്ലതും ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടോ നോക്കി, എന്നിട്ടൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനകത്തുള്ള ആ ഒരു മുട്ടുണ്ടല്ലോ, അതൊക്കെ കറങ്ങുന്നില്ലേ എന്നൊക്കെ നോക്കി കുറേ പീച്ച് നോക്കി, യാതൊരു ഐഡിയ ഇല്ല. എൻ്റെ മുഖത്ത് ശരിക്കും ടെൻഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം എൻ്റെ കാശ് വേസ്റ്റ് ആയോ എന്നൊക്കെ കരുതി അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് അതിനകത്ത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു സ്പ്രിങ് ഉണ്ടാവുമെന്ന് കേട്ടോ. നോക്കുമ്പോൾ സ്പ്രിങ്ങും ഇല്ല, ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് കരുതി, ആ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ വിചാരിച്ചത് അതിനകത്ത് നിന്ന് ഇനി തോണ്ടി പുറത്തെടുത്ത് തേക്കേണ്ടി വരും, ഈ സംഭവം ഈ റോൾ ഓണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ കരുതി ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. വീഡിയോ നല്ല സ്പീഡിലിട്ട് കാണിക്കട്ടെ. അത് ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ച് കുറേ നേരം എടുത്തിട്ട് അടിച്ചിട്ടും കുത്തിയിട്ടൊക്കെ നോക്കി അതിനകത്ത് നിന്ന് കുറച്ച് ക്രീമെങ്കിലും പുറത്ത് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തോ ഒരു ഭാഗത്തിന് ഞാനൊന്ന് തിരിച്ചിട്ടൊന്ന് അമർത്തി നോക്കിയപ്പം സംഭവം പുറത്തു വന്നു കേട്ടോ. സംഭവം ഇതിൻ്റെ ടെക്നോളജി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തതായിരുന്നു. സംഭവം നന്നായിട്ട് പുറത്ത് വരുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ആ ഒരു റോൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക, എന്നിട്ട് ആ വരുന്നത് ഒരു കണ്ണിനകത്തോട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ മടി കാരണം എടുത്ത് വെച്ചേക്കുമായിരുന്നു. സോ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കോൺഷ്യസ് കെമിസ്റ്റ് എങ്ങനെയാണ്, നല്ല ബ്രാൻഡാണോ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഡാർക്ക് സർക്കിൾസിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുകൊണ്ടെങ്കിൽ എൻ്റെ കണ്ണിന് ചുറ്റുള്ള ഡാർക്ക് സർക്കിൾസ് മാറണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ജെന്യൂൻ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ.